ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 5 ഏരിയയുടെ 5th പാർട്ട് നോക്കാം. വി ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ഫിഗർ. ഈ കാണിക്കുന്ന പിക്ചറിൽ കൊടുത്തേക്കുന്ന ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ ഒരെണ്ണം ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും സെയിം ആണ്. ഇതിനെല്ലാം നമുക്ക് ഓരോരോ റെക്റ്റാങ്കിൾസ് ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് അതിനൊക്കെ മൊത്തം കിട്ടുന്ന ഏരിയാസ് ടോട്ടൽ ചെയ്ത് എഴുതാം. ഇങ്ങനെ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന അതേ മെഷർമെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഓരോ റെക്റ്റാങ്കിളിലും നമ്മൾ പേര് കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തേതിന് ABCD, അടുത്തത് CE FGH, അങ്ങനെ ഓരോന്നിനും പേര് കൊടുത്തു. ആ പേര് കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്കതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഓരോന്നിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇപ്പോൾ ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 6 × 3 = 18. അങ്ങനെ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ എത്രയാണെന്ന് നമുക്ക് എഴുതാം. ഓരോ റെക്റ്റാങ്കിളിൻ്റെയും അതിൻ്റെ ഏരിയ എത്രയാണെന്ന് അതിൻ്റെ അടുത്ത് നമ്മൾ എഴുതിയേക്കുന്നുണ്ടോ? ആദ്യത്തേത് 6 × 3 18, അടുത്തത് 2 × 4. അങ്ങനെ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടാൻ എന്ത് വേണം? ഈ കിട്ടിയേക്കുന്ന എല്ലാ ഏരിയയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് 18 + 8 + 12 + 18 + 8 ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. എത്രയാണത്? അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 18 + 8 + 18 + 12 + 8 = 64 cm² ആണ് ഈ ഒരു ഫിഗറിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പ്രോജക്റ്റ്. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഡബിൾഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വിഡ്ത്ത്, വാട്ട് വുഡ് ബി ദ ചേഞ്ച് ഇൻ ഏരിയ? എന്താ ചോദിച്ചേക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് ഡബിൾ ചെയ്യും. അതായത് 2 ടൈംസ് കൂട്ടും, ഇരട്ടിയാക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് സെയിം ആയിട്ട് തന്നെ വെച്ചേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയയിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഏരിയ A = ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിഡ്ത്തിനെ അതുപോലെ തന്നെ വെച്ചിട്ട് ലെങ്ത്തിനെ ഡബിൾ ആക്കുവാണ്. അപ്പോൾ എങ്ങനെ വരും? എല്ലിൻ്റെ സ്ഥാനത്ത് ഡബിൾ ആവും, അതായത് 2L വരും. അപ്പോൾ ഏരിയയ്ക്ക് എന്ത് മാറ്റം വരും? ഏരിയ = 2L ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് വരും, അതായത് 2LB. സാധാരണ രീതിയിലെ ഏരിയ LB ആയിരുന്നു. ഇതിൻ്റെ ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ അതിൻ്റെ ഏരിയയും ഡബിൾ ആവും, 2LB. അപ്പോൾ ലെങ്ത് മാത്രം ഡബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ എന്ത് പറ്റും? ഏരിയയും ഡബിൾ ആകും. വാട്ട് ഇഫ് വിഡ്ത്ത് ഇസ് ഡബിൾഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത്? ഇതുപോലെ തന്നെ ഇനി വിഡ്ത്താണ് ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ ഇതുപോലെ തന്നെ ഏരിയ = ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് LW എന്നാണ് നമുക്ക് കിട്ടുക. വിഡ്ത്തെന്നും ബ്രെഡ്ത്ത് എന്നും പറയാം. അതാണ് നേരത്തെ LB എന്ന് എഴുതിയിരുന്നത്. വിഡ്ത്ത് എന്ന് തന്നെ പറഞ്ഞോളൂ, കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിഡ്ത്ത് എന്നല്ലേ കിടക്കുന്നത്. അപ്പം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് തന്നെ പഠിക്കാം. അപ്പോൾ സാധാരണ ഒരു റെക്റ്റാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആയിട്ട് കിടക്കും. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? വിഡ്ത്ത് ഡബിൾ ചെയ്തു, വിഡ്ത്ത് ഇരട്ടിയാക്കി. അപ്പോൾ എങ്ങനെ വരും? ലെങ്ത് ഇൻറ്റു L ഇൻറ്റു 2W. വിഡ്ത്താണ് ഡബിൾ ചെയ്തത്. അങ്ങനെ വിഡ്ത്ത് ഡബിൾ ചെയ്യുമ്പോഴും ഏരിയ എത്ര ആവും? 2LW. അതായത് സാധാരണ ഉണ്ടായിരുന്ന ഏരിയയുടെ ഇരട്ടിയാവും. ലെങ്ത് ഡബിൾ ചെയ്താലും വിഡ്ത്ത് ഡബിൾ ചെയ്താലും എന്ത് പറ്റും? ഏരിയയും ഡബിൾ ആകും എന്ന് മനസ്സിലായി. വാട്ട് ഇഫ് ബോത്ത് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഡബിൾഡ്? ഇനി ലെങ്ത്തും വിഡ്ത്തും ഡബിൾ ചെയ്തു. അതായത് ലെങ്ത് L ഇൻറ്റു W എന്ന് പറഞ്ഞെടുത്ത് ലെങ്ത് 2 ടൈംസ് ആയി, 2L ഇൻറ്റു 2W. അപ്പോൾ ഏരിയ എങ്ങനെ വരും? 2 × 2 എത്രയാണ്? 4 ആണ്. 4LW എന്നാവും ഏരിയ. അതായത് സാധാരണ ഉണ്ടായിരുന്ന ഏരിയയുടെ 4 ഇരട്ടിയായി മാറും ലെങ്ത്തും വിഡ്ത്തും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇനി if the length and width of the rectangle are multiplied by the same number, what would be the change in area? ലെങ്ത്തും വിഡ്ത്തും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ
അതിൻ്റെ ഏരിയയ്ക്ക് എന്ത് മാറ്റം വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ലെങ്തിനെയും ഒരു 3 എന്നുള്ള നമ്പർ വെച്ച് ഇൻറ്റു ചെയ്യാം, അതുപോലെ ബിഡ്ത്തിനെയും 3 വെച്ച് ഇൻറ്റു ചെയ്യാം. അപ്പോൾ അത് രണ്ടിനെയും ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന ഏരിയ എത്രയാണ്? 9LW എന്ന് പറഞ്ഞല്ലേ കിട്ടുന്നത്. അതായത് ഏത് നമ്പറാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അതിൻ്റെ സ്ക്വയർ ടൈംസ് കൂടും അല്ലേ? 3 × 3 3 സ്ക്വയർ 9 ടൈംസ് കൂടി ഇപ്പോൾ അതിൻ്റെ ഏരിയ. അപ്പോൾ ലെങ്തിനെയും വിഡ്ത്തിനെയും ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന് വരുന്ന ഏരിയയ്ക്ക് എന്ത് പറ്റും? ഏരിയ ആ നമ്പറിൻ്റെ സ്ക്വയർ ടൈംസ് കൂടുതലാകും. മനസ്സിലായോ? If the length of a rectangle is 6 centimeters and width is 5 centimeters, then what is its area? ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഏരിയ എത്രയാണ്? 6 × 5 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് അപ്പോഴേ കിട്ടിയല്ലോ. Okay, without changing its width, if length is increased to 12 centimeters, what would be the relation between the area of the new rectangle and the area of the original rectangle? Area of original rectangle is equal to 6 × 5 is equal to 30 centimeter square. ഇനി ചോദിച്ചേക്കുന്നത് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ തന്നെയാണ്, അതിനൊരു മാറ്റവും വരുത്താതെ. ഇഫ് ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ടു 12 സെൻറ്റിമീറ്റേഴ്സ്, ലെങ്ത് 12 സെൻറ്റിമീറ്റേഴ്സ് ആക്കി. ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നതിനെ 12 സെൻറ്റിമീറ്റർ ആക്കി. വിഡ്ത്ത് അതേ വിഡ്ത്ത് തന്നെയാണെങ്കിൽ ഇനി വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ ആൻഡ് ഏരിയ ഓഫ് ദ ഒറിജിനൽ റെക്റ്റാങ്കിൾ? ഇനി അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ന്യൂ റെക്റ്റാങ്കിൾ എത്രയാണെന്ന് നോക്കാം. ലെങ്ത്ത് മാറ്റി 12 സെൻറ്റിമീറ്റർ ആക്കി, വിഡ്ത്ത് അത് തന്നെയാണ്. അപ്പോൾ ഏരിയ ഓഫ് ന്യൂ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 12 × 5 ഇസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്ത് റിലേഷനാണുള്ളത് ഈ ന്യൂ റെക്റ്റാങ്കിളും ഒറിജിനൽ റെക്റ്റാങ്കിളും തമ്മിലെന്ന് നോക്കിക്കേ. 30 ആണ് ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ന്യൂ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 60 ആണ്. അതായത് 30യുടെ ഇരട്ടിയാണ്. 30 × 2 അല്ലേ 60. അപ്പോൾ 30യുടെ 2 ടൈംസ്, അതായത് ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഡബിളാണ് ന്യൂ റെക്റ്റാങ്കിൾ. അതാണ് അത് തമ്മിലുള്ള റിലേഷൻ അല്ലേ? ഒറിജിനൽ റെക്റ്റാങ്കിളിനേക്കാളും ഇരട്ടിയാണ് ന്യൂ റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ന്യൂ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ആസ് ഒറിജിനൽ റെക്റ്റാങ്കിൾ. കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്? ആദ്യം ഒറിജിനൽ റെക്റ്റാങ്കിൾ തന്നു, പിന്നെ അതിൻ്റെ വിഡ്ത്ത് അതുപോലെ തന്നെ വെച്ചിട്ട് ലെങ്ത് 12 സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. റിലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്നും ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.